നമ്മൾ മനുഷ്യർക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒട്ടനവധി വിചിത്രവും അവിശ്വസനീയവുമായ ജീവികൾ നമ്മുടെ ഭൂമിയിൽ നിലനിന്നിരുന്നു. അതിനാൽ തന്നെ അവയിൽ പലതും പലരുടെയും ഭാവനകളിലൂടെ പുരാണങ്ങളിലും മിത്തുകളിലും നാടോടി കഥകളിലുമൊക്കെ രംഗപ്രവേശനം ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിലുള്ള നമ്മൾ മിത്തുകൾ എന്നും പുരാണ കഥകൾ എന്നൊക്കെ കരുതുന്ന, എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളതും ചിലപ്പോൾ ഭാവനകൾ മാത്രമായതുമായ ചില മിത്തിക്കൽ ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ജയന്റ് സർപ്പൻസ്. ഭീമാകാരമായ പാമ്പുകളെക്കുറിച്ച് പല പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നോർസ് പുരാണത്തിൽ ജോർമുങ്കാണ്ടർ എന്നത് ലോകത്തെ വലയം ചെയ്യുന്ന ഒരു ഭീമാകാരമായ പാമ്പാണ്. ഈജിപ്ഷ്യൻ പുരാണത്തിൽ ഏപ്പപ്പ് എന്നത് കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാമ്പാണ്. ഹിന്ദുമതത്തിൽ അത്തരത്തിൽ വാസുകി എന്ന ഒരു ഭീമാകാരമായ പാമ്പുമുണ്ട്. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ പുരാണങ്ങൾ പ്രീഹിസ്റ്റോറിക് പാമ്പുകളുടെ ഫോസിലുകളുടെ കണ്ടെത്തലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം എന്നാണ്. ഉദാഹരണത്തിന് 60 മുതൽ 58 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കൊളംബിയയിൽ ജീവിച്ചിരുന്ന ടൈറ്റനോബോവ എന്ന ഇനം പാമ്പുകൾ ഏകദേശം 42 മുതൽ 47 അടി നീളത്തിൽ വരെ വളർന്നിരുന്നു. ഇത് ഒരു സിറ്റി ബസിന്റെ വലുപ്പത്തിന് തുല്യമാണ്. ഏകദേശം 47 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഗുജറാത്തിൽ കണ്ടെത്തിയ വാസുകി ഇൻഡിക്കസ് എന്ന മറ്റൊരു ഇനം പാമ്പുകൾ 36 മുതൽ 50 അടി വരെ നീളത്തിൽ എത്തിയിരുന്നു. ഇത് ഏകദേശം 3 ലിമോസിനുകൾക്ക് തുല്യമാണ്. ഇവ രണ്ടും വലിയ ഇരകളെ ഞെരുക്കി വിഴുങ്ങാൻ കഴിവുള്ള വേട്ടക്കാരായിരുന്നു. ടൈറ്റനോബോവയുടെ ഫോസിലുകൾ തെക്കേ അമേരിക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. എന്നാൽ വാസുകി ഇൻഡിക്കസിന്റെ ഫോസിലുകൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ തന്നെ ഇതിന് പുരാണത്തിലെ വാസുകിയുടെ പേര് നൽകുകയായിരുന്നു. സത്യത്തിൽ ഇവയും പുരാണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുത്തൂലു. കുത്തൂലു എന്നത് 1928 HP ലവ്ക്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ദി കോൾ ഓഫ് കുത്തൂലു എന്ന കഥയിൽ അവതരിപ്പിച്ച ഒരു സാങ്കല്പിക ജീവിയാണ്. ഇതിനെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ വസിക്കുന്ന ഒരു ഭീമാകാരമായ നീരാളിയെപ്പോലെയുള്ള ജീവിയായിട്ടാണ് വിവരിക്കുന്നത്. ഇതിൻ്റെ ടെൻഡക്കിൾ പോലെയുള്ള രൂപം യഥാർത്ഥ പ്രീഹിസ്റ്റോറിക് സെഫലോപോഡുകളുമായി സാമ്യമുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ 80 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ടുസോട്ടേത്തിസ് ലോങ്ക എന്ന ഒരു സ്ക്വിഡിനെ പോലെയുള്ള ജീവി ജീവിച്ചിരുന്നു അത്രേ. ഇതിന് 30 മുതൽ 40 അടി വരെ നീളമുള്ള ടെൻഡക്കിളുകൾ ഉണ്ടായിരുന്നു. ഇത് 2 ജിറാഫുകളുടെ നീളത്തിന് തുല്യമാണ്. ഇത് ചെറിയ സമുദ്രജീവികളെ ഭക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന് അവസാനമിട്ട ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതത്തിൽ ടുസോട്ടേത്തിസിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. ഡ്രാഗൺസ്. നമ്മൾ സിനിമകളിലും സീരീസുകളിലുമായി ഒരുപാട് ഡ്രാഗണുകളെ കണ്ടിട്ടുണ്ടാകും. കിഴക്കൻ പുരാണങ്ങളിൽ ഡ്രാഗണുകൾക്ക് ചിറകുകളുണ്ട്. എന്നാൽ പാശ്ചാത്യ പുരാണങ്ങളിൽ അവയെ മൂർച്ചയുള്ള പല്ലുകളും ആക്രമകാരികളുമായിട്ടുള്ള രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഡ്രാഗൺ മിത്തുകൾക്ക് ദിനോസറുകളുടെ ഫോസിലുകൾ പ്രചോദനമായിട്ടുണ്ടാകാം എന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ഏകദേശം 68 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്യൂട്സാൽകോട്ട്ലസ് നോർത്രോപ്പി എന്ന ഒരു ടെറോസോർ ഇന്നത്തെ വടക്കേ അമേരിക്കയിൽ പറന്നു നടന്നിരുന്നു. ഇതിന് 33 മുതൽ 36 അടി നീളത്തിൽ ചിറകുകളുണ്ടായിരുന്നു അത്രേ. 6 മുതൽ 8 അടി നീളമുള്ള ഇതിൻ്റെ ബീക്ക് ചെറിയ ദിനോസറുകളെയോ അവയുടെ കുഞ്ഞുങ്ങളെയോ ഭക്ഷിക്കുന്ന ഒരു വേട്ടക്കാരനായി ഇതിനെ മാറ്റി. പറക്കുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും വലുതായ ക്യൂട്സാൽകോട്ട്ലസ് പോലെയുള്ള ജീവികളോ പുരാതന ചിത്രകാരന്മാരുടെ ഭാവനകളോ ഡ്രാഗണുകളെ പോലെയുള്ള രൂപങ്ങൾക്ക് കാരണമായിരുന്നിരിക്കാം. ഏതായാലും 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിൽ ഇതിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഡ്രാഗണുകൾ ജീവിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡ്വാർഫ്സ്. നമ്മൾ എല്ലാവരും കാർട്ടൂണുകളിലും കഥകളിലും ഒരുപാട് കുള്ളന്മാരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും. 1300ഓളം വർഷങ്ങൾക്ക് മുൻപുള്ള നോർസ് പുരാണത്തിൽ കുള്ളന്മാർ ചെറിയതും കഴിവുള്ളവരുമായ ജീവികളാണ്. ഈ കഥകൾക്ക് യഥാർത്ഥ മനുഷ്യവർഗ്ഗങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ഏകദേശം 50,000 വർഷങ്ങളോളം മുൻപ് ഹോമോ ഫ്ലോറസീൻസ് എന്ന ഒരു ചെറിയ മനുഷ്യവർഗം ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ജീവിച്ചിരുന്നു അത്രേ. ഏകദേശം വെറും 3.5 അടി ഉയരമുണ്ടായിരുന്ന ഇവർക്ക് കൊമോഡോ ഡ്രാഗണുകളെ പോലെയുള്ള വേട്ടക്കാരിൽ നിന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു. ഇവർ പുരാണങ്ങളിലെ കുള്ളന്മാരല്ലെങ്കിലും ഇവരുടെ ചെറിയ സ്റ്റേച്ചർ സമാനമായ കഥകൾക്ക് പ്രചോദനമായിട്ടുണ്ടാകാം. ലോച്ച്നസ് മോൺസ്റ്റർ.
1500ഓളം വർഷത്തിലേറെയായി സ്കോട്ട്ലാൻഡിലെ ലോച്ച്നെസ്സിൽ ഒരു നീണ്ട കഴുത്തുള്ള രാക്ഷസനെ കണ്ടതായി ആളുകൾ അവകാശപ്പെട്ടിരുന്നു. നാടോടി കഥകൾ അനുസരിച്ച് ഇത് ഒരു ദിനോസറിനെ പോലെയുള്ള ജീവിയാണ്. എങ്കിലും വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടും ഈ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിയെയും ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു കെട്ടുകഥയായി കണക്കാക്കുന്നു. എന്നിരുന്നാലും ലോച്ച്നെസ് മോൺസ്റ്ററിന് 200 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്ലസിയോസോർസ് പോലെയുള്ള പ്രീഹിസ്റ്റോറിക് ജീവികളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരിക്കാം എന്ന് ചിലർ പറയുന്നു. 40 മുതൽ 50 അടി വരെ നീളമുള്ള കഴുത്തും ശരീരവുമുള്ള പ്ലസിയോസോർസ് 3 SUVകളുടെ വലുപ്പത്തിന് തുല്യമാണ്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിൽ ഇവയ്ക്കും വംശനാശം സംഭവിക്കുകയായിരുന്നു. പുരാതന ആളുകൾ കണ്ടെത്തിയ പ്ലസിയോസോർ ഫോസിലുകൾ ലോച്ച്നെസ് മോൺസ്റ്ററിനെ പോലെയുള്ള കടൽ രാക്ഷസന്മാരുടെ കഥകൾക്ക് കാരണമായിട്ടുണ്ടാകാം എന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ഫെൻറിർ. നോർസ് പുരാണങ്ങളിൽ ഫെൻറിർ എന്നു പേരുള്ള ഒരു ഭീമാകാരനായ ചെന്നായ വളരെ പ്രശസ്തമാണ്. ഈ പുരാണങ്ങളിലെ ചെന്നായയുടെ ഒരു സാങ്കല്പിക പതിപ്പ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഇവയെപ്പോലെയുള്ള ഭീമൻ ചെന്നായകൾ മറ്റു പല പുരാണങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പുരാണങ്ങൾക്ക് യഥാർത്ഥ ചരിത്രാതീത ചെന്നായകളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിരിക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുൻപ് ഹിമയുഗത്തിൽ ഇതുപോലുള്ള മൃഗങ്ങൾ നിലനിന്നിരുന്നു അത്രേ. അവയിലൊന്നാണ് ഡെയർ വൂൾസുകൾ. സാധാരണ ഗ്രേ വൂൾസിനേക്കാൾ 25% വരെ ഭാരമുള്ള ഡെയർ വൂൾസുകൾ ഫിസിക്കലി കൂടുതൽ കരുത്തുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഡെയർ വൂൾസ് ഹിമയുഗത്തിലെ പല മെഗാഫൗനകളെയും, അതായത് ഭീമൻ ജീവികളെയും വേട്ടയാടിയിരുന്നത്. എന്നിരുന്നാലും ഹിമയുഗം അവസാനിച്ചപ്പോൾ അവരുടെ ഭക്ഷണത്തിന്റെ വലിയൊരു ഭാഗമായിരുന്ന മെഗാഫൗനകളും ഇല്ലാതാകാൻ തുടങ്ങി. അതിന്റെ ഫലമായി ഡെയർ വൂൾസിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. എന്നാൽ അവയോടൊപ്പം ജീവിച്ചിരുന്ന ഗ്രേ വൂൾസ് വംശനാശം അതിജീവിക്കുകയാണ് ചെയ്തിരുന്നത്. 4 ടസ്ക്ഡ് എലിഫൻസ്. 2ൽ കൂടുതൽ കൊമ്പുകളുള്ള ആനകളെക്കുറിച്ച് നമ്മൾ ഹൈന്ദവ പുരാണങ്ങളിൽ പല കഥകളും കേട്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഇന്ദ്രദേവന്റെ വാഹനമായ ഐരാവതം എന്ന ആന. അതുമാത്രമല്ല, രാമായണം പോലുള്ള ഇതിഹാസങ്ങളിലും ഇത്തരം പുരാണ ആനകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഏകദേശം 22 ദശലക്ഷം മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ മെഗലഡോണുകൾ നിലനിന്നിരുന്ന സമയത്ത് ആധുനിക ആനകളുടെ ബന്ധുക്കളായ ഗോംഫോദറുകൾ ഈ ലോകത്ത് നിലനിന്നിരുന്നു. തങ്ങളുടെ സസ്യഭോജന ഭക്ഷണം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി അവ താഴത്തെ കൊമ്പുകൾ ഒരുതരം കോരി പോലെ ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. അതിനാൽ തന്നെ ഗോംഫോദറുകളുടെ ഫോസിലുകൾ ഹൈന്ദവ പുരാണങ്ങൾക്ക് പ്രചോദനം നൽകിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കരുതുന്നു. മാപ്പിൻഗ്വാരി. ആമസോൺ വനത്തിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ വർഷങ്ങളായി മാപ്പിൻഗ്വാരി എന്ന ഒരു ഭീകരജീവിയെ കണ്ടിട്ടുണ്ടത്രേ. നാടോടി കഥകൾ അനുസരിച്ച് ഈ ഭീകരജീവിക്ക് ഒറ്റ കണ്ണും വയറ്റിൽ ഒരു വായുവും മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ ഭീകരജീവിയുടെ ജോലി ആമസോൺ കാടിനെ സംരക്ഷിക്കുകയാണത്രേ. ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ഈ ജീവി ഒരു പുരാണ ജീവി മാത്രമാണ്. എന്നാൽ ഹിമയുഗത്തിൽ ഗ്രൗണ്ട് സ്ലോത്ത് എന്നു പേരുള്ള മൃഗങ്ങൾ ആമസോൺ കാട്ടിൽ നിലനിന്നിരുന്നുവെന്ന് പഠനങ്ങളുണ്ട്. മാപ്പിൻഗ്വാരി ഭീകരജീവിയെ പോലെ അവയും നടന്നിരുന്നു. കൂടാതെ അവയ്ക്ക് ഒരു ആനയോളം വലിപ്പമുണ്ടായിരുന്നു. ഈ വലിപ്പം പുരാണ മാപ്പിൻഗ്വാരിയേക്കാൾ വലുതാണ്. എന്തായാലും ഹിമയുഗത്തിന്റെ അവസാനത്തോടെയും മനുഷ്യരുടെ വേട്ടയാടൽ കാരണവും ഈ മൃഗങ്ങൾക്ക് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഒരുപക്ഷെ ആമസോൺ ഗോത്രക്കാർ ഗ്രൗണ്ട് സ്ലോത്തുകളുടെ കഥകൾ അവരുടെ കുട്ടികളോട് പറഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ കഥകളിൽ ഗ്രൗണ്ട് സ്ലോത്ത് ഒരു യഥാർത്ഥ മൃഗത്തിൽ നിന്ന് ഒരു പുരാണ മാപ്പിൻഗ്വാരി ജീവിയായി മാറിയിരിക്കാനാണ് സാധ്യത. ഗ്രിഫിൻ. പുരാണജീവിയായ ഗ്രിഫിൻ ആയിരക്കണക്കിന് വർഷങ്ങളായി മെസൊപ്പൊട്ടാമിയ മുതൽ യൂറോപ്പ് വരെയുള്ള പുരാണങ്ങളുടെ ഭാഗമാണ്. പിന്നീട് ഇത് മറ്റ് ചില സംസ്കാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ മനുഷ്യന്റെ തുടക്കം മുതൽ സിംഹം കരയിലെ മൃഗങ്ങളുടെ രാജാവാണെന്നും കഴുകൻ ആകാശത്തിലെ രാജാവാണെന്നും നാം വിശ്വസിച്ചു പോരുന്നു. അതിനാൽ തന്നെ പുരാതന ആളുകൾ ആദ്യമായി സെറാറ്റോപ്ഷ്യൻ ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയപ്പോൾ ചിലർ അവയെ സിംഹത്തിൻ്റെയും കഴുകൻ്റെയും ഒരു സങ്കരയിനമായി കണക്കാക്കുകയും ഗ്രിഫിനെപ്പോലെയുള്ള ഒരു പുരാണ ജീവിയെ ഭാവനയിൽ കാണുകയും ചെയ്തിരിക്കാമെന്ന് കരുതപ്പെടുന്നു. എന്നിരുന്നാലും ഈ സിദ്ധാന്തം തർക്കവിഷയമാണ്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് ന്യൂസിലൻഡിൽ മനുഷ്യരിൽ നിന്ന് വളരെ അകലെ വലിയ വേട്ടക്കാരായ കഴുകന്മാർ ജീവിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അപകടകാരികളുമായ കഴുകൻ സ്പീഷീസായ ഹാസ്റ്റ് ഈഗിളായിരുന്നു അവ. ഇവ വളരെ ശക്തരായ വേട്ടക്കാരായിരുന്നു. ഈ ഭീമൻ കഴുകന്മാർ
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പക്ഷികളായ മോവയെ വേട്ടയാടിയിരുന്നു. ഏതായാലും മോവയുടെ ഭാരം ഏകദേശം 250ഓളം കിലോഗ്രാം ആയിരുന്നു. അതേസമയം ഒരു ശരാശരി മനുഷ്യന്റെ ഭാരം 60 കിലോഗ്രാം ആണെന്ന് മറക്കരുത്. അതിനാൽ തന്നെ ഹാസ്റ്റ് ഈഗിളിന് മനുഷ്യരെ വേട്ടയാടുന്നതിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1400 AD നമ്മൾ അടുത്തിടെ കണ്ട ഹാക്ക നൃത്തം ചെയ്യുന്ന മാവോറി ആളുകൾ ആദ്യമായി ന്യൂസിലാൻഡിലെത്തിയപ്പോൾ അവർ ഹാസ്റ്റ് ഈഗിളിന്റെ പ്രധാന ഭക്ഷണമായ മോവയെ പൂർണ്ണമായും വേട്ടയാടുകയും അവയ്ക്ക് വംശനാശം വരുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി ഹാസ്റ്റ് ഈഗിളിനും വംശനാശം സംഭവിക്കുകയായിരുന്നു. കപ്പ. നമ്മൾ കുട്ടിക്കാലത്ത് ഡോറേമോൺ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കപ്പ എന്ന ഒരു നിഗൂഢമായ ജീവിയെ പലതവണ കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ കപ്പ ജാപ്പാനീസ് പുരാണങ്ങളുടെ ഭാഗമാണ്. ജാപ്പാനീസുകാരുടെ അഭിപ്രായത്തിൽ ഈ പുരാണ ജീവി ഒരു ഭീമൻ ആമയെപ്പോലെയാണ് കാണപ്പെടുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിക്കൊന്ന് മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്നത് അതിൻ്റെ ഇഷ്ടവിനോദമാണത്രേ. ദിനോസർ യുഗത്തിൽ നിലനിന്നിരുന്ന കപ്പയെപ്പോലെയുള്ള ഒരു ആമയായ ആർക്കിലോൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചേക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഇത് തികച്ചും ഊഹാപോഹം മാത്രമാണ്. ഇതിന് കാരണം ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആമ സ്പീഷീസാണ് ആർക്കിലോൺ. ഇതിന് 15 അടി വരെ വലിപ്പമുണ്ട്. ഈ വലിപ്പം ഒരു ഹോണ്ട CR-V കാറിന് തുല്യമാണ്. കൂടാതെ ഈ ആമകൾക്ക് കപ്പയെപ്പോലെ വലിയ ചുണ്ടുമുണ്ടായിരുന്നു. ഇത് ഇരകളെ ഞെരിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്നു. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദി ബ്ലൂപ്പ്. ഏകദേശം 1997 പസഫിക് സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ശബ്ദമാണിത്. ഈ ശബ്ദം നേപ്പാളിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ദൂരത്തോളം അകലെ നിന്നാണത്രേ വന്നത്. തുടക്കത്തിൽ അത്തരമൊരു ശബ്ദം ഒരു ആഴക്കടൽ ജീവിക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്നും അത്തരമൊരു ശബ്ദമുണ്ടാക്കാൻ അതിൻ്റെ വലിപ്പം ഒരു ബ്ലൂ വെയിലിനേക്കാൾ വളരെ വലുതായിരിക്കണമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു. അങ്ങനെ ഈ ഊഹാപോഹത്തിൽ നിന്ന് ബ്ലൂപ്പ് പോലെയുള്ള ഒരു ആധുനിക പുരാണ ജീവി ഉയർന്നു വരാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ഇത് അന്റാർട്ടിക്കയിലെ സമുദ്രത്തിൽ ചില ഭീമൻ മഞ്ഞുമലകൾ അടർന്നു വീഴുന്നതിൻ്റെ ശബ്ദമാണെന്ന് വെളിപ്പെട്ടു. ഏതായാലും പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത 95% സമുദ്രത്തിൽ ഭാവിയിൽ ഒരു വലിയ ജീവിയെ കണ്ടെത്തിയാൽ അതിശയിക്കാനില്ല. കാരണം ജുറാസിക് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യങ്ങളിലൊന്നായ ലീഡ്സിച്തിസ് എന്ന മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു. ആയിരക്കണക്കിന് ഗിൽറേ നിറഞ്ഞ അതിൻ്റെ വായ തുറക്കുമ്പോൾ അത് ഒരു പുരാണ ബ്ലൂപ്പിനെ പോലെയായിരുന്നു അത്രേ. അതിൻ്റെ വലിപ്പത്തിനു മുൻപിൽ നമ്മൾ മനുഷ്യർ വെറും കുഞ്ഞന്മാരായിരുന്നു. ഏതായാലും ലീഡ്സിച്തിസ് ഒരു വേട്ടമൃഗമായിരുന്നില്ല, മറിച്ച് ബലീൻ വെയിലുകളെപ്പോലെ ഒരു ഫിൽട്ടർ ഫീഡറായിരുന്നു. ജയന്റ് ബോവിഡ്സ്. കന്നുകാലികൾ, പോത്ത്, കാട്ടുപോത്ത് എന്നിവയാണ് ബോവിഡുകൾ. അത്തരം ബോവിഡുകളെ പല പുരാണങ്ങളിലും ആദരവോടെയും ഭീമാകാരന്മാരായും കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രീക്ക് പുരാണങ്ങളിലെ മിനോട്ടോർ ഭീകരജീവി പോലെ. അതേസമയം ഭീമൻ ബോവിഡുകൾ തദ്ദേശീയ അമേരിക്കക്കാർക്കും ഹിന്ദുക്കൾക്കുമിടയിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, ഈ ലോകത്ത് ഏതെങ്കിലും ഭീമൻ ബോവിഡ് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നോ? അതെ. ഹിമയുഗത്തിലെ ഏറ്റവും തണുപ്പുള്ള കാലാവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ ബോവിഡുകളായ ബൈസൺ ലാറ്റിഫ്രോൺസ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുടനീളം ചുറ്റിത്തിരിഞ്ഞിരുന്നു. അവയുടെ വലിപ്പം ഒരു SUV കാറോളമായിരുന്നു. ഏതായാലും ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെട്ടിരുന്ന അവയുടെ ചെറിയ സ്പീഷീസായ സ്റ്റെപ്പ് ബൈസണിൽ നിന്നാണ് ബൈസൺ ലാറ്റിഫ്രോൺസ് പരിണമിച്ചത്. സ്റ്റെപ്പ് ബൈസൺ ഫോസിലുകൾ ഇപ്പോഴും സൈബീരിയയിലെ തണുപ്പിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. ഹിമയുഗത്തിൻ്റെ അവസാനവും മനുഷ്യൻ്റെ വേട്ടയാടലും കാരണം ബൈസൺ ലാറ്റിഫ്രോൺസും അവയുടെ പൂർവികരായ സ്റ്റെപ്പ് ബൈസണും ഈ ലോകത്ത് നിന്ന് വംശനാശം സംഭവിച്ചു. ഇവയൊക്കെ കൊണ്ടായിരിക്കാം ജയന്റ് ബോവിഡുകളെക്കുറിച്ചുള്ള മിത്തുകൾ രൂപപ്പെട്ടത്. നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യതിയും ബിഗ്ഫൂട്ടും. 2 കാലിൽ നടക്കുന്ന മനുഷ്യനെ പോലെയുള്ള ഒരു ആൾക്കുരങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹിമാലയൻ പുരാണത്തിൽ ഈ ജീവി യതി എന്നാണ് അറിയപ്പെടുന്നത്. 1951 മൗണ്ട് എവറസ്റ്റിനടുത്ത് യതിയുടേതെന്ന് കരുതുന്ന ഒരു കാൽപ്പാട് ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ ശാസ്ത്രജ്ഞർ പിന്നീട് ഇതൊരു ഹിമക്കരടിയുടെ കാൽപ്പാടായിരിക്കാമെന്ന് കണ്ടെത്തുകയായിരുന്നു. വടക്കേ അമേരിക്കൻ നാടോടിക്കഥകളിൽ ബിഗ്ഫൂട്ട് എന്ന സമാനമായൊരു ജീവി പ്രസിദ്ധമാണ്. ബിഗ്ഫൂട്ടിനെ കാണിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു 1967 വീഡിയോ നിലവിലുണ്ട്. എന്നാൽ മിക്ക വിദഗ്ധരും ഇതിനെ ഒരു തട്ടിപ്പായി കണക്കാക്കുന്നു. ഇത്തരം പുരാണങ്ങൾ ആദ്യകാല മനുഷ്യപൂർവികരിൽ നിന്ന് ഉണ്ടായതാകാമെന്ന് ചിലർ കരുതുന്നു. സത്യത്തിൽ പല തിയറികൾ ഇതിനെ സംബന്ധിച്ച് നിലവിലുണ്ടെങ്കിലും യഥാർത്ഥ സത്യം ഇന്നും അജ്ഞാതമാണ്. യൂണിക്കോൺ.
യൂണിക്കോണിനെ പോലെയുള്ള ഒരു ജീവിയുടെ ആദ്യത്തെ ചിത്രീകരണം ഇന്നത്തെ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സിന്ധു നദീതട നാഗരികതയിലെ മുദ്രകളിൽ കാണപ്പെടുന്നു. ഇത് 2600 മുതൽ 1900 BCE കാലഘട്ടത്തിലേതാണ്. പുരാണങ്ങൾ അനുസരിച്ച് യൂണിക്കോൺ ഒരു കൊമ്പുള്ള കുതിരയെപ്പോലെയുള്ള ജീവിയാണ്. എന്നാൽ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് അവ യഥാർത്ഥ മൃഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം എന്നാണ്. ഏകദേശം 39,000 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞുമലയുടെ കാലഘട്ടത്തിൽ എലാസ്മോതെറിയം സിബിറിക്കം എന്ന ഒരു കാണ്ടാമൃഗം യൂറേഷ്യയിൽ ജീവിച്ചിരുന്നു. ഇതിന് 3 മുതൽ 6 അടി നീളമുള്ള കൊമ്പുമുണ്ടായിരുന്നു. കുതിരകളുടെ വിദൂര ബന്ധുവെന്ന നിലയിൽ യൂണിക്കോൺ മിത്തുകൾക്ക് ഇതൊരു കാരണമായിരുന്നിരിക്കാം. എലാസ്മോതെറിയം അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊമ്പുള്ള മൃഗങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും കാരണം ഇവയ്ക്ക് വംശനാശം സംഭവിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മിത്തിക്കൽ ജീവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിചിത്രമായ ജീവിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.